വാഴൈ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് സ്വീറ്റ്, ഇമോഷണൽ ആൻഡ് വെരി ഹാർട്ട് ടച്ചിങ്. മാരി സെൽവരാജ് ഡയറക്റ്റ് ചെയ്ത വാഴൈ എന്ന സിനിമ ഇതൊരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. പുള്ളിയുടെ ചെറുപ്പവുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്വാധീനിച്ച ഒരു വിഷയത്തെയാണ് നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരുന്നത്. ഒരു ഗംഭീര പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് കണ്ടിരുന്നത് നമ്മുടെ ശിവനഞ്ചാൻ എന്ന ടൈറ്റിൽ കഥാപാത്രം മെയിൻ റോൾ ശേഖർ എന്നീ രണ്ടുപേരിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ് നമ്മളെ കണ്ട് അങ്ങനെ ഇരുത്തും. പൊൻവേൽ ആൻഡ് രാഹുൽ ആണ് ഈ രണ്ട് റോൾസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നിഖില വിമലുണ്ട്, കലയരശൻ, ദിവ്യ ദുരൈസ്വാമി തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു പടം കണ്ട നമുക്ക് ഫീൽ കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒരു 3 വേർഡ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് സൂചിപ്പിക്കാനുള്ളത്. അതായത് നമ്മുടെ ശിവനഞ്ചാൻ എന്ന കഥാപാത്രം, അമ്മയും ചേച്ചിയും അടങ്ങുന്ന കുടുംബം, അവൻ നന്നായി പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നുണ്ട്. അവർക്ക് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ പിള്ളേരെ പോലെ കളിച്ച് നടക്കുന്നതല്ല. ശരിക്കും വാഴത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെട്ട് വാഴക്കൊല 2 കൊലയും തലയിൽ വെച്ച് ദൂരങ്ങളങ്ങനെ സഞ്ചരിച്ച് ആ ലോഡ് കയറ്റി ഇറക്കി. ആ കുട്ടി അല്ലെങ്കിൽ അവൻ ഒട്ടും ഇഷ്ടമല്ലാതെ ചെയ്യണം, കാരണം അവന് വയ്യ. ശരിക്കും നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു, സ്കൂളിൽ പോകാൻ അത്രയും താല്പര്യമുണ്ട്. അങ്ങനെ സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പോലെ നമുക്ക് സ്കൂളിലൊക്കെ ഒരു ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്കൊരു ഭയങ്കര അങ്ങനെ ഒരു ടീച്ചർ പൂങ്കൊടി നിഖില വിമൽ ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. നിഖില വിമൽ ആസ് എ സ്വീറ്റ് ടീച്ചർ, ആ സ്വീറ്റ് ടീച്ചറിനെ റോളിന് പക്ക ആപ്റ്റായിട്ടുള്ള ഒരു നായികയെ കാസ്റ്റ് ചെയ്ത് നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. നിഖില വിമലിന് അങ്ങനെ കൂടുതൽ ഇമോഷണൽ സീൻസ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് അവർ പൊൻവേൽ എന്ന പുള്ളി, നമ്മുടെ ചെക്കൻ ശിവനഞ്ചാൻ എന്ന ക്യാരക്ടർ ചെയ്തത് അവൻ്റെ എന്താ പറയുക, ചില ഇമോഷണൽ സീനുകളൊക്കെ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സർപ്രൈസ് അല്ലെങ്കിൽ നമ്മളെ തണ്ടർ അടിച്ച് അങ്ങനെ നിൽക്കും. കാരണം ഗംഭീരമായി പെർഫോം. ചില ഇമോഷണൽ സീൻസൊക്കെ ഭയങ്കരമായിരുന്നു. ശേഖർ എന്നുള്ള ക്യാരക്ടറിൽ രാഹുൽ എന്നുള്ള പയ്യൻ ഹ്യൂമർ ടൈമിങ്സ് ആയാലും ഭയങ്കരമായി നീറ്റായി ചെയ്തിട്ടുണ്ട്. ദിവ്യ ദുരൈസ്വാമി ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ആൾ നല്ല രീതിയിൽ നമ്മുടെ ശിവനഞ്ചാൻ എന്ന കഥാപാത്രത്തിൻ്റെ ചേച്ചിയുടെ വേഷം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുള്ളിയുടെ അമ്മയായി എത്തിയതായാലും കലയരശൻ്റെ റോൾ കാണുമ്പോൾ നമ്മളെ കുറച്ചുകൂടെ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഇമേജ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആവും എന്ന് വിചാരിക്കും. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുന്ന പോലെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു അനാവശ്യ സീനൊന്നും ഇല്ലാതെ തന്നെ എന്താണ് അത് കാണിക്കുന്നത്, അങ്ങനെ ഒരു നടന്ന കഥ. കാരണം ഈ വാഴത്തോട്ടത്തിലുള്ള അവർക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടത്തെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അവരുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് അവസാനം ഈ സംഭവത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇമോഷണൽ ഹുക്ക് ഉണ്ട്. ഭയങ്കരമായ ഇമോഷണൽ ടച്ചിങ് ആണ് സിനിമ. സോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ എസ്പെഷ്യലി എനിക്ക് എടുത്തു പറയാനുള്ളത് സന്തോഷ് നാരായണനെയാണ്. പുള്ളി ഒരു സിനിമയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൽക്കി എടുത്താലും അതിനുശേഷം ഈ വാഴൈ എന്ന് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സാണ്. ഈ സിനിമയിലേക്ക് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കറക്റ്റ് മ്യൂസിക് പ്ലേസ് ചെയ്ത് നമ്മളെ ആ സീൻ എലിവേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മ്യൂസിക് പുള്ളി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും അനിരുദ്ധ് അങ്ങനെ റോക്ക് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ അവരുടെ പിന്നാലെയാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയെ കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ഇനിയും കിടക്കുന്നുണ്ട് സന്തോഷ് നാരായണൻ. വെൽ ഡൺ ആയതും. പിന്നെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. തേനീശ്വറാണ്. പുള്ളിയുടെ ചില വിഷ്വൽസ് നമ്മൾ തിയേറ്ററിൽ കാണണം, എന്നാലേ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ മാരി സെൽവരാജ് പറയാതെ പറഞ്ഞു പോകുന്ന കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. കുറേ ഫ്രെയിംസിൽ അതിൽ ചെറുതായിട്ടൊക്കെ കാണാം. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും കടക്കുന്നില്ല. സോ ഒരു സിനിമ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ മധുരമുള്ള, നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമയാണ് വാഴൈ. തീർച്ചയായും കാണുക. ഇത്തരം സിനിമകളും കൂടെ ബോക്സ് ഓഫീസിൽ വിജയിക്കണം. കാരണം എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ അവർക്കൊരു ഇതുണ്ടാവുള്ളൂ. പുള്ളിയുടെ തന്നെ നടന്ന കഥ അല്ലെങ്കിൽ പുള്ളിക്ക് അനുഭവമുള്ള വേദനിപ്പിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ വളരെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.